നമസ്കാരം. വെൽക്കം ടു വിമൻസ് ഹെൽത്ത്. ഞാൻ ഡോക്ടർ പി ശ്രീവിദ്യ, പിറവം ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിലെ നേത്ര വിഭാഗം മെഡിക്കൽ ഓഫീസർ. കഴിഞ്ഞ എപ്പിസോഡുകളിലായി നേത്ര സംരക്ഷണത്തെക്കുറിച്ചും അതിന്റെ ആവശ്യകതയെക്കുറിച്ചും നമ്മൾ വിശദമായി ചർച്ച ചെയ്തു. ഇന്നിവിടെ നേത്ര ചികിത്സാ രീതികളെ കുറിച്ച് നമ്മൾ പരിചയപ്പെടുത്തുകയാണ്. എന്നോടൊപ്പം ഡോക്ടർ വിനിത, ഡോക്ടർ അൻസ, നഴ്സ് സോണിയ കുര്യൻ, തെറാപ്പിസ്റ്റ് സേതുലക്ഷ്മി എന്നിവരടങ്ങുന്ന ഒരു ടീം തന്നെയുണ്ട്. നമ്മളിവിടെ ആശുപത്രിയിൽ ചെയ്തു വരുന്ന ചികിത്സാ രീതികളെ, നേത്ര ചികിത്സാക്രമങ്ങളെ പരിചയപ്പെടുത്തുകയാണ്. ഇന്നിവിടെ പരിചയപ്പെടുത്താൻ പോകുന്ന നേത്രക്രിയാക്രമങ്ങൾ ഉപയോഗിക്കുന്ന ദ്രവ്യങ്ങളാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. ത്രിഫല കഷായം നേത്രസേവനത്തിന്, സുനയന ഡ്രോപ്സ് ആശ്ചോദനത്തിന്, ഗുഡൂഞ്ചി കുമാരി പിണ്ടി ചിത്തമൃഗന്റെ ഇലയും കറ്റാർവാഴയുടെ പിണ്ടിയും ചേർത്താണ് നമ്മൾ നേത്രപിണ്ടി ചെയ്യുന്നത്. ത്രിഫല ചൂർണവും യഷ്ടി ചൂർണവും ചേർത്ത് വിടാലകം നേത്രത്തിന് പുറമേ ചെയ്യുന്ന ലേപരൂപമാണ്. ഇളവർ കുഴമ്പ് കൊണ്ട് അഞ്ജനം, ത്രൈഫല കൃതം കൊണ്ട് തർപ്പണം. നേത്ര തർപ്പണം നേത്ര ചികിത്സാക്രമങ്ങളിൽ തന്നെ വളരെ പ്രാധാന്യമർഹിക്കുന്നതും വളരെ പ്രയോജനപ്രദവുമായ ഒരു ചികിത്സാ രീതിയാണ് നേത്ര തർപ്പണം. അതിന്റെ പേര് പോലെ തന്നെ തർപ്പണമാണ് ഉദ്ദേശിക്കുന്നത്. അതായത് പുഷ്ടി, കണ്ണിന്റെ നാഡീ സംബന്ധമായ അസുഖങ്ങൾക്കും ദൃഷ്ടി സംബന്ധമായ അസുഖങ്ങൾക്കും ഒക്കെ ഒരു പരിഹാരം എന്ന രീതിയിലും ആരോഗ്യമുള്ള കണ്ണുകൾക്ക് ആ വിഷൻ പ്രദാനം ചെയ്യാനും അത് നിലനിർത്താനും വേണ്ടി ഒരു സ്വസ്ഥനം ചെയ്യാവുന്ന ഒരു നേത്രക്രിയാകൽപ്പം തന്നെയാണ് ഈ തർപ്പണം. ഒരു അസുഖമില്ലെങ്കിൽ പോലും 6 മാസത്തിലൊരിക്കൽ വൈദ്യനിർദ്ദേശപ്രകാരം ഘൃതമണ്ഡം കൊണ്ട്, അതായത് നെയ്യിന്റെ തെളി കൊണ്ട് നമുക്ക് ചെയ്യാവുന്നതാണ് ഈ തർപ്പണം എന്ന് പറഞ്ഞ ചികിത്സാ രീതി. ഇതിനു വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് ആദ്യം ഈ മെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഘൃതം, അതായത് നമ്മൾ മരുന്ന് ഉപയോഗിച്ച് ഉണ്ടാക്കിയ ഘൃതം അല്ലെങ്കിൽ നെയ്യിന്റെ തെളി, ഘൃതമണ്ഡം എന്ന് പറയും. അതോ നിശ്ചിത അളവിൽ നമ്മളത് കണ്ണിൽ കെട്ടി നിർത്തുകയാണ് ചെയ്യുന്നത്. അത് കെട്ടി നിർത്താൻ വേണ്ടി ഉഴുന്ന മാവ് കൊണ്ട് നമ്മൾ കണ്ണിന് ചുറ്റും ഒരു തടം ഉണ്ടാക്കി അത് ലീക്ക് ആവാത്ത രീതിയിൽ, കണ്ണിന് പ്രഷർ വരാത്ത രീതിയിലും ഭംഗിയിൽ കെട്ടി ഉണ്ടാക്കി അതിനുശേഷം അതിനകത്ത് നെയ്യ് നിർത്തുന്നു. ഈ നെയ്യ് കൺപീലി മുങ്ങുന്നത് വരെ, അതാണ് അതിന്റെ അളവ്. കൺപീലി മുഴുവനായിട്ട് ആ നെയ്യിൽ മുങ്ങുന്ന അവസ്ഥ വരെയുള്ള അത്രയും അളവിൽ നമ്മൾ ആ നെയ്യിനെ കണ്ണിനകത്ത് ഈ തടത്തിൽ കെട്ടി നിർത്തും. 2 കണ്ണിലേക്കും നിശ്ചിത അളവിൽ നമ്മൾ കുഴച്ച് ഉണ്ടാക്കി അതിനെ ഇതേപോലെ നമ്മളൊരു ബണ്ട് അല്ലെങ്കിൽ ഒരു തടം, കണ്ണിന് ചുറ്റും ഒരു തടം ഉണ്ടാക്കുന്നു. അത് ഒട്ടിക്കുകയാണ് ചെയ്യുന്നത്. കണ്ണിന് ചുറ്റും നമ്മൾ ഒട്ടിച്ചുണ്ടാക്കുന്നു. ആൾക്കാർ സമയത്തേക്ക് ഈ നെയ്യ് കണ്ണിനകത്ത് നിർത്തുക എന്നുള്ളതാണ്. മാക്സിമം ഒരു 20 മിനിറ്റ്സ്, 20 to 25 മിനിറ്റ്സ് വരെയാണ് നമ്മൾ തർപ്പണത്തിന്റെ സമയം പറയുന്നത്. അത്രയും നേരം കണ്ണ് നിർത്തിയതിന് ശേഷം പേഷ്യന്റിനോട് നമ്മൾ കണ്ണടച്ച് തുറക്കാൻ പറയണം. അതായത് ഇവ വെട്ടിക്കൊണ്ടേയിരിക്കുക, അതാണ് തർപ്പണത്തിൽ ചെയ്യേണ്ടത്. അല്ലെങ്കിൽ പേഷ്യന്റിനോട് 1 മുതൽ 100 വരെ എണ്ണാൻ പറയുക, അത്രയും സമയത്തേക്ക്. അത് കഴിഞ്ഞാൽ നമുക്ക് ആ നെയ്യിനെ, ഔഷധത്തിനെ നമുക്ക് അതിനകത്ത് തുടച്ചു മാറ്റി എടുക്കാം. തർപ്പണം ചെയ്യാനുള്ള തടം റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഈ റെഡിയാക്കിയ തടത്തിനകത്തേക്ക് നമ്മൾ നെയ്യ് ഒഴിക്കുകയാണ് ചെയ്യുന്നത്. വളരെ പാകം ചെയ്ത് ഉരുക്കി ചൂടെല്ലാം പരിമിതപ്പെടുത്തിയ ത്രൈഫല ഘൃതമാണ് നമ്മളിപ്പോൾ തർപ്പണം ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. നിശ്ചിത അധികം ഉയരത്തിൽ നല്ലാതെ നിശ്ചിത ഒരു ഉയരത്തിൽ കണ്ണടച്ചതിന് ശേഷം രോഗിയോട് കണ്ണടയ്ക്കാൻ പറഞ്ഞിട്ട് അടച്ച കണ്ണിലേക്ക് ഓരോ കണ്ണിലും പ്രത്യേകമായിട്ട് നമ്മൾ നെയ്യ് ഒഴിക്കുന്നു.
നെയ്യ് ഒഴിച്ചതിന് ശേഷം ഒരു 2 സെക്കൻഡ് നിർത്തിയതിന് ശേഷം നമ്മൾ പതിയെ പേഷ്യൻറ്റിനോട്, രോഗിയോട് കണ്ണ് അടച്ചു തുറക്കാൻ ആവശ്യപ്പെടുന്നു. ഇങ്ങനെ ഒരു 20 മിനിറ്റ് നമ്മൾ നിർത്തുന്നു. അതിനുശേഷം നമ്മൾ ഔഷധം മാറ്റുന്നു. ഇതാണ് തർപ്പണത്തിൻ്റെ പൂർണ്ണ രൂപം. പതിനഞ്ച് മിനിറ്റിന് ശേഷം തർപ്പണ ഔഷധം നമുക്ക് എടുക്കാനുള്ള സമയമായി. അപ്പോൾ നമ്മൾ ഇവിടെ ഈ ഒരു കടക്കണ്ണിൽ നമ്മൾ ഒരു ദ്വാരം ഉണ്ടാക്കി അവിടെ നിന്ന് നമ്മൾ ഉപയോഗിച്ച ഔഷധത്തിനെ വാർത്ത് കളയുകയാണ് ചെയ്യുന്നത്. ഔഷധം പൂർണ്ണമായും തുടച്ച് നീക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ ഈ തടം നീക്കി കണ്ണ് ശുദ്ധമാക്കിയതിന് ശേഷം നന്നായി തുടച്ച് നെയ്യിൻ്റെ ഒരു അംശം പോലും കണ്ണിലില്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ട് നമ്മൾ പുഷ്പബന്ധനം